ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ദുബായിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്താണ്. ദുബായിലെ ജുമേറ എന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഞാനും പിന്നെ സുഹൃത്തായിട്ടുള്ള സെയ്ദും, റൂംമേറ്റ്സ് ആയിട്ടുള്ള സെയ്ദും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ യാത്ര ചെയ്ത അതേ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. അതായത് നോൾക്കാർഡ്, ദുബായ് RTA നോൾക്കാർഡ് ഉപയോഗിച്ചാണ് വന്നിട്ടുള്ളത്. ഇന്ന് ബസ്സിലും അതുപോലെ തന്നെ മെട്രോ, അത് കഴിഞ്ഞിട്ട് ട്രാം എന്നുള്ളൊരു ഓപ്ഷനിലുമാണ് നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ള ഈ കാർഡ് ഉപയോഗിച്ച്. അപ്പോൾ ട്രാമിൻ്റെ കാഴ്ചകളും കാണിച്ചു തരാം. നമ്മൾ സിനിമകളിലൊക്കെ, ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ റോഡിലൂടെ പോകുന്ന ഒരു ട്രെയിൻ. അപ്പോൾ അതാണ് ട്രാം. അപ്പോൾ ട്രാമിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ജുമേറ ഏരിയയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഏവർക്കും സ്വാഗതം വൈബ് സ്റ്റോറീസ് എന്ന എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലോട്ട്. അപ്പോൾ നമ്മൾ മെട്രോന്നൊക്കെ ഇറങ്ങി ആദ്യം തന്നെ വന്നിട്ടുള്ളത് ദുബായിലെ മറീന എന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇല്ലേ, ഇത്രയും വൃത്തിയിൽ കൊണ്ടുവരുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ യൂറോപ്യൻസാണ് കൂടുതൽ താമസിക്കുന്നത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, പിരിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചാർജാണ്, പൈസ കൊടുത്ത് നമുക്ക് കയറാം. വ്യത്യസ്തമായിട്ടുള്ള സിംഗിളായിട്ടുള്ള പോകുന്നതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പോകുന്ന ബോട്ടുകളുണ്ട്. പിന്നെ ഇവിടെ കൂടുതലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ യൂറോപ്യൻസാണ്. അപ്പോൾ വൈകുന്നേര സമയമൊക്കെ ഇവിടെ അവർ ജോഗിങ്ങിനും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ബോട്ടുണ്ടല്ലോ, ഈ ഒരു ബോട്ട് ദുബായ് RTAയുടേതാണ്. ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നോൾക്കാർഡ് ഉപയോഗിച്ച് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ ബോട്ട്, ഇതിലും നമുക്ക് RTAയുടെ നോൾക്കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയും. പിന്നെ ആ കാണുന്ന ബോട്ടുണ്ടല്ലോ, ഇതിൽ അവർ പൂവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ചെയ്യാനുള്ളതാണ് ആ ഒരു ബോട്ട്. പിന്നെ ഇപ്പോൾ ഈ പോകുന്ന ബോട്ട്, ഇത് നമുക്ക് പേഴ്സണൽ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഇതിൽ കൊണ്ടുപോകും. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. അതുകൂടാതെ തന്നെ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ RTAയുടെ നേരത്തെ കാണിച്ച 2 ബോട്ടുകൾ. അപ്പോൾ അതിലൊക്കെ ചാർജ് കുറവായിരിക്കും. പിന്നെ ഈ സെപ്പറേറ്റ് എടുക്കുന്ന ഈ ഒരു ഇതിലൊക്കെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ചെറിയ ബോട്ടുകളാണ്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകാം. കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ബോട്ടുകളാണ് ഇതൊക്കെ. ഇത് കണ്ടില്ല, നമ്മുടെ നാട്ടിലെ ബോട്ട് ജെട്ടി പോലത്തെ സ്ഥലങ്ങൾ, ബോട്ടുകളെല്ലാം. പക്ഷെ ഇവിടുത്തെ ബോട്ടുകളൊക്കെ സ്മാർട്ട് ബോട്ടുകളാണ്, സ്പീഡ് ബോട്ടുകളാണ്. അങ്ങനെ ഈ ചുറ്റുഭാഗത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ മുഴുവൻ നമ്മൾ കാണാൻ നിൽക്കുന്നില്ല. നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകാനുണ്ടായതുകൊണ്ട് ഇനി ട്രാമിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ട്രാം, റോഡിലൂടെയാണ് പോകുന്നത് അത്. അപ്പോൾ ഇത് പോകുന്ന സമയം വാഹനങ്ങളൊക്കെ ഇവിടെ സ്റ്റോപ്പാവും, സിഗ്നലൊന്ന് കണ്ട്. പിന്നെ അത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വാഹനങ്ങളൊക്കെ പോകുള്ളൂ. നമ്മൾ ഈ വലിയ വലിയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ട്രാമിൻ്റെ സ്റ്റേഷൻ അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്ര നേരം നിന്ന് ദുബായ് മറീനയിലാണ്. ഈ മറീനയിൽ നിന്നും ജുമേറ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ദുബായ് മറീന പറഞ്ഞ ഏരിയ സൈഡിലാണ് ഞാൻ നേരത്തെ കാണിച്ച ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ട്രാമിൻ്റെ സ്റ്റേഷന്. അപ്പോൾ ഇനി ഞങ്ങൾ ട്രാമിൽ കയറിയിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത യാത്ര പോകുന്നത്. ഇനി ബീച്ച് കാണാനാണ് പോകുന്നത്. ബീച്ചും പിന്നെ ബീച്ചിൻ്റെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം മറീന ടവർ പറഞ്ഞ ട്രാം സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് ഇവിടെ എത്തണം, ജുമേറ ബീച്ച് റെസിഡൻസി, അല്ലെങ്കിൽ ഈ 2 സ്ഥലങ്ങളിലാണ് എത്തേണ്ടി. ബീച്ച് റെസിഡൻസി 1, റെസിഡൻസി 2, ഈ 2 ഏരിയയിൽ എത്തേണ്ടി. അപ്പോൾ ഞങ്ങൾ ഇനി ട്രാമിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ സംഭവമാണ് ട്രാം. അപ്പോൾ ഇനി ട്രാം സ്റ്റേഷനാണ് ആ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ട്രാം സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ പോലത്തെ അത്ര വലുതൊന്നും ആവില്ല. ഈ ട്രാമിൻ്റെ സ്റ്റേഷനുകൾ ചെറിയ സ്റ്റേഷനുകളായിരിക്കും. അപ്പം ഇനി ഈ സ്റ്റേഷനിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ട്രാം സ്റ്റേഷനിൽ ഒരു ട്രാം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇത് പോകുകയാണ്. അപ്പം നമ്മൾ ഈ വന്ന ട്രാമിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തത് പോകും, അടുത്ത ട്രാം വരുമ്പോൾ പോകും. ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ നിന്നതാണ്. ഇതാണ് ട്രാം. ട്രാം സ്റ്റേഷൻ്റെ പുറത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ പോകേണ്ട മാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് ദുബായ് മറീന എന്നുള്ള ഒരു 3. അപ്പോൾ ആ കാണുന്നതാണ് അത്.
അതിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ജുമേറ ബീച്ച് റെസിഡൻസിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു റൂട്ട് മാപ്പിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഈ കാണുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട്, 3 നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട ഈ ഒരു ട്രാം സ്റ്റേഷനിൽ നിന്നാണ് മറീന ടവർ ടു ദുബായ് മറീന. അപ്പോൾ നമ്മൾ നിൽക്കുന്ന മദീന ടവർ എന്ന ഏരിയയിലാണ് നിൽക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ട്രാം സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ഓറഞ്ച് ഇതുണ്ടാവും, അതിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. ഈ കാർഡ് നോൾ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ടാപ്പായി. നമ്മൾ യാത്ര ചെയ്ത് ഏത് ട്രാം സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അവിടെ തിരിച്ചതുപോലെ തന്നെ മെഷീൻ ഉണ്ടാവും, അതിൽ ടാപ്പ് ചെയ്യുക. ഈ സെയിം കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യുക, പുറത്തിറങ്ങുക. അപ്പോൾ ട്രാം ഇറങ്ങി നേരെ നമ്മൾ ജുമേറ ബീച്ച് റെസിഡൻസി 2-ലാണ് ട്രാം ഒന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ ബീച്ചിലേക്ക് പോകുകയാണ്. നേരത്തെ നമ്മൾ കണ്ടത് മറീന എന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ ഈ ബീച്ചും പിന്നെ ഈ പരിസരത്തേക്കൊക്കെ ഉള്ള ആളുകളാണ്, ട്രാമിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള കാറുകൾ, അതായത് വിലപിടിപ്പുള്ള ഒരുപാട് കാറുകൾ ഈ ഒരു ഏരിയയിൽ വന്ന് കാണാൻ കഴിയും നമുക്ക്. ഈ വരുന്ന ബസ് ദുബായിൻ്റെ ടൂറിസം ബസ്സാണ്. അതായത് സിറ്റി ടൂറിസം എന്നുള്ള ഒരു പരിപാടിയാണിത്. എല്ലാ സിറ്റിയിലൂടെയും ടൂറിസ്റ്റ് സ്പോട്ടിലൂടെയൊക്കെ ഇവരിങ്ങനെ കൊണ്ട് കറങ്ങി കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഏരിയൻ്റെ സെറ്റപ്പ് കണ്ടില്ല, ഭയങ്കര രസമായിട്ടുള്ള ബിൽഡിങ്ങുകളും. നമ്മൾ ഒരു അറബ് സ്റ്റൈലൊക്കെ വിട്ട് ഇവിടെ ഒരു യൂറോപ്യൻ സ്റ്റൈലായി മാറും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാറുകളൊക്കെ ഭയങ്കര റിച്ചായിട്ടുള്ള കാറുകൾ ഒരുപാട് ഈ ഒരു ഏരിയയിൽ കാണാൻ കഴിയും. ഇപ്പോൾ ജുമേറ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. കാറുകൾ ഞാൻ എൻ്റെ വീഡിയോസിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഈ കാർ പ്രേമികൾക്കൊക്കെ ഉള്ള കുറച്ച് നല്ല കിട്ടലും കാറുകൾ കാണിച്ചു തരാം. എന്താ ഒരു പോർഷെ കാർ, നീല കാറ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഫെരാറി ആണ് കേട്ടോ, ഫെരാറിയുടെ ഒരു നീല കളറ് കാറ്. പോർഷയുടെ മറ്റൊരു വൈറ്റ് കളർ പോർഷെ, മറ്റൊരു മോഡല്. പിന്നെ ഇത് അവിടെ ഒരു ഇതെന്താ മസ്താങ്കോ എന്താ അല്ലേ, ഇത് വേറൊരു ആഡംബര കാറ്, റോൾസ് റോയ്സ്. പിന്നെ അതുപോലെ ഒരുപാട് കാറുകളുണ്ട്, ഞാൻ എല്ലാം കാണിക്കൊന്നുമില്ല, കുറച്ച് കാണിച്ചു തരാം. ഇത് മറ്റൊരു കാർ കേട്ടോ, അതേതാണ് എനിക്കറിയില്ല, എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ബെൻലി വൈറ്റ് കളറ്, പിന്നെ ടെസ്ല. അങ്ങനെ ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റി. അതെ, കാരണം ഇവിടെ കൂടുതൽ യൂറോപ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻസ്. പിന്നെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ സമയമാണ്. അതായത് ഡിസംബർ ടൈമിലൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സമയമാണ്. ദുബായ് ടൂറിസം ഉണരുന്ന ഒരു സമയമാണ്. ഭയങ്കരമായിട്ട് അവർ വരുമാനം ഉണ്ടാകുന്ന ടൈമാണ് ഈ ഒരു ഡിസംബർ, അതുപോലെ തന്നെ ജനുവരി, അങ്ങനെ ഈ തണുപ്പ് കാലം കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ടൂറിസം ഭാഗമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, നേരത്തെ നമ്മൾ കണ്ടത് മറീന എന്ന സൈഡാണ്, ഈ ജുമേറയുടെ മറീന എന്നുള്ള സൈഡിലാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച ബോട്ടും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ്. ഈ ബീച്ച് സൈഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ചക്രം, അതായത് നമ്മൾ യന്ത്രൂഞ്ഞാൽ എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ നിരീക്ഷണ ചക്രം ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലുതാണ് ഇവിടുത്തെ. അപ്പോൾ അതൊരു ലോക റെക്കോർഡ് കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ജൈൻറ്റ് വീൽ, അതായത് നിരീക്ഷണ ചക്രമാണ് ആ കാണുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലുതാണ്. ഞാനൊരു പ്രാവശ്യം അതിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ആ ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് തന്നെ അന്ന് എത്ര 160 ദിർഹംസ് എന്തോ കൊടുത്തിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതിൽ ഒരു ക്യാബിനിൽ തന്നെ, അതായത് ആ ഒരു കൊട്ടുണ്ടല്ലോ, അതിൽ ഒരു ക്യാബിനിൽ തന്നെ 20-ൽ മുകളിൽ, അതായത് 40 ആളുകൾ കണക്കുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്രയും ആളുകൾ കൊള്ളും. ഇവിടുന്ന് കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ അതിനകത്ത് ഒരു ഏകദേശം റൂമിനകത്ത് വലുപ്പമുള്ള സെറ്റപ്പുകളാണ്. പിന്നെ അതിൽ നമ്മളെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെപ്പറേറ്റ് ഓരോ ക്യാബിനുകളുണ്ട്. അപ്പോൾ അത് ഞാൻ കുറേ മുന്നേ കയറിയതാണ്. ഇതാണ് ബീച്ച്. ഇപ്പോൾ കണ്ടില്ലേ, ബീച്ച് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അതിന് പുറമെ ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ ഇനിയിപ്പോൾ ഡിസംബറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതാണ് ജുമേറ ബീച്ചും പരിസരവും. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഞാനൊരു ബോട്ട് കാണിച്ചു തരാം. ഇതൊരു ബോട്ടാട്ടോ, ഇത് കാറിൻ്റെ രൂപത്തിലുള്ളൊരു ബോട്ട്, സ്പീഡ് ബോട്ടാണ്. ഇതിൽ നമുക്ക് കയറാൻ കഴിയും. ഇവിടെ ഉണ്ടോ, ഇവിടെ അവരെ ഇതൊക്കെ ഉണ്ട്, വാട്ടർ അഡ്വഞ്ചർ എന്നിട്ടുള്ള. ഒന്ന് ടിക്കറ്റും കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും.
നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ബനാന റൈഡിങ്, അതിൻ്റെ ആ ഒരു ഇതാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരുപാടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ച ബോട്ടുണ്ട്, അതുപോലത്തെ ബോട്ടുകൾ. ഇപ്പോൾ റൈഡ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു കാറിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു ബോട്ട് ഇത് അവർ കരക്കെത്തിരിച്ചിട്ടുണ്ട്. കരക്കത്ത് കയറ്റാണ്. പിന്നെ ഒരു വണ്ടിയിലാണ് അവർ അത് താഴേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന് പിന്നെ യാത്ര പോകുകയാണ്. സത്യത്തിൽ സൺസെറ്റ് കാണാൻ വന്നതാണ്, സൂര്യാസ്തമയം കാണാൻ വന്നത്. പക്ഷേങ്കിൽ സൂര്യൻ്റെ പാട്ടിന് പോയി. ഞങ്ങൾ ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ സൂര്യൻ പോയി. അപ്പോൾ ഇനിയുള്ളത് രാത്രികാല കാഴ്ചകളാണ്. ഇനി ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വേറെ വൈബ് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ബാക്ക് സൈഡിൽ കാണിച്ചു കൊടുക്കുക. ആ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ജെയിൻ വീലില്ല, അതായത് നിരീക്ഷണ ചക്രം, അതുപോലെ തന്നെ ആ ഏരിയയിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാവുമ്പോഴാണ് അവിടുത്തെ രസം കാണുക. കാരണം വെച്ചാൽ ലൈറ്റുകളും കാര്യങ്ങളും ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടില്ല, ഇത് ഇവിടുത്തെ ടൂറിസം പോലീസിൻ്റെ വണ്ടിയാണ്. അതായത് ഇവിടെ ഈ ബീച്ചിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂറിസം പോലീസിൻ്റെ വണ്ടിയാണ് കാണുന്നത്. പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സൂര്യൻ പോയാലെന്ത്, സൂര്യൻ പോയാലും സൂര്യൻ നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ച തിരിച്ചു തന്നിട്ടുള്ളത്. സൂര്യൻ കാണാനില്ല, സൂര്യനെ കാണില്ല, സൂര്യൻ്റെ ആ പ്രകാശം ഇവിടെ കാണുന്നുണ്ട്. അത് നല്ല രസമായിട്ടുള്ള കാണിച്ചു തരാം. ആ സൂര്യപ്രകാശത്തിൽ ആ ഒരു ബിൽഡിങ് ലൈറ്റ് കത്തി നിൽക്കുന്ന സീനല്ലേ, അടിപൊളിയല്ലേ. പിന്നെ അതുപോലെ ബാക്ക് സൈഡ് നോക്കി, ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. ഞങ്ങൾ ആ തല വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡാണ്, അതുവരെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇവിടുത്തെ വൈബ് തന്നെ മാറിപ്പോവും. രാവിലെ കണ്ട ആ ഒരു ബീച്ചല്ല, രാത്രി പിന്നെ ഒന്നും കൂടി വെറൈറ്റി ആവും ലൈറ്റുകളെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഏരിയയിലൊക്കെ നല്ല ലൈറ്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ റോസ് കളർ കത്തി കാണുന്നില്ലേ, അങ്ങനെ വെറൈറ്റി സ്ഥലങ്ങളാട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഉണ്ടല്ലേ ഹോട്ടലുകൾ, ബാറുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്ന സ്ഥലമാണ് കേട്ടോ, നേരത്തെ വീഡിയോ എടുത്ത സ്ഥലമാണ് ആ കാണുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഈ ഒരു പാലം വഴി ഇങ്ങനെ കയറി വന്നു. പിന്നെ ഈ ഒരു പാലത്തിൽ വന്നിട്ട് ഇനിയിപ്പോൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തേക്കാണ്. ലൈറ്റൊക്കെ കണ്ടില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജൈൻ വീലുണ്ടല്ലോ, അതായത് നിരീക്ഷണ ചക്രം, അതിൻ്റെ മലയാളം അതാണ്. അപ്പോൾ അത് ലൈറ്റൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്, ലൈറ്റൊക്കെ കത്തി. പിന്നെ താഴെ കൂടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് ഒരുപാട് കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാണുന്ന ലൈറ്റ് കത്തുന്ന നിരീക്ഷണ ചക്രം, അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി കുറച്ചും കൂടി ഏരിയ പോകേണ്ടി വരും. ബ്രിഡ്ജ് വഴി ഇങ്ങനെ അങ്ങോട്ടും പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ബ്രിഡ്ജിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ കൂടെ ബോട്ടുകൾ പോകുന്നത് കാണാം കേട്ടോ. ഇവിടെ കുറച്ച് നേരം നല്ല കാറ്റാണ് ഇവിടെ. ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ ബോട്ടുകളുടെ താഴെ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ചുറ്റുഭാഗം കാഴ്ചകളാണ്. ക്യാമറയിൽ ഞാൻ വെച്ചാൽ ഫോണിലെടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാവും. സൂമിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ക്ലിയർ കുറയും. ഇതിന് ചുറ്റുഭാഗം കംപ്ലീറ്റ് കാഴ്ചകളാണ് കാണാനുള്ളത്. പാം ജുമേറൊക്കെ ആ ഭാഗത്താണ് വരുന്നത് തോന്നുന്നുണ്ട്, ആ സൈഡിൽ. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കത്തി ഉഷാറായി തുടങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ വേറെ വൈബായി തുടങ്ങി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ ഇങ്ങനെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കേട്ടത് ഉണ്ടല്ലേ, ബോട്ടുകൾ ഇങ്ങനെ പോകുന്ന കാണാൻ മുകളിൽ. ഈ ഒരു പാർട്ടി നടക്കുന്ന ബോട്ടാണിത്. ഒരുപാട് ആളുകൾ, വിദേശികളാണ് കൂടുതലും ഇതിലുള്ളത്. ബോട്ട് പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് വേറെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല രസമായിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ തൊട്ടടുത്തെത്തി. അപ്പോൾ നമ്മൾ ദൂരം നിന്ന് കണ്ടിരുന്നത് റോസ് കളറുള്ള അതാണ് കേട്ടത്. ഇതൊരു ഇരുമ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഓരോ ക്യാബിനൊക്കെ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള. പിന്നെ ശരിക്കും ഇത് ഒരു ദ്വീപാണ്. ഇത് പുതിയതായിട്ട് ഇതവരെ ഇവിടെ നിർമ്മിച്ച ദ്വീപാണ്. ഈ ദ്വീപിൽ തന്നെ ഹോട്ടലുകൾ, കാര്യങ്ങൾ, അതേപോലെ ബിൽഡിങ്ങുകൾ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ബ്രിഡ്ജുകൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ ടൂറിസം അവർ മാക്സിമം എങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇവിടെ ടൂറിസം ടൂറിസം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വൈകുന്നേരം ഇപ്പോൾ ഈ ഒരു ഡിസംബർ സമയം നല്ല തണുത്ത കാറ്റും പിന്നെ ഇവിടുത്തെ വൈബും
അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് വന്ന് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വെച്ചിട്ടുണ്ട് ബ്ലൂ വാട്ടേഴ്സ്, വെൽക്കം ടു ബ്ലൂ വാട്ടേഴ്സ്. അപ്പോൾ ഈ ഏരിയക്ക് പറയുന്ന ഒരു പേരാണത്. എന്നുള്ള ഇരുമ്പിൻ്റെ തൂണാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിൽ ലൈറ്റ് വെച്ചിട്ടാണ്, പല നിറത്തിലുള്ള ലൈറ്റുകൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട് നമ്മൾ. ബ്ലൂ വാട്ടേഴ്സ് എന്നുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കുറേ കംപ്ലീറ്റ് ഹോട്ടൽസ്, അതുപോലെ തന്നെ പുറകുവശത്തൊക്കെ റൂമുകളാണ്. പിന്നെ ഇവിടെ കഫേകൾ ഒരുപാടുണ്ട്, നല്ല മാക്ഡൊണാൾഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മളിങ്ങനെ കാണുന്ന ജൈൻറ്റ് വീലാണ്, നിരീക്ഷണ ചക്രം. അതിൻ്റെ താഴേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കറക്റ്റ് വലിപ്പം ഞാൻ എന്താ കാണിച്ചു തരാം. ശരിക്കുള്ള വലിപ്പം നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുള്ളൂ. അതിൻ്റെ കറക്റ്റ് വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മൾ അതിന് തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജൈൻറ്റ് വീലിൻ്റെ നിരീക്ഷണ ചക്രത്തിൻ്റെ കറക്റ്റ് വലിപ്പം നമുക്ക് മനസ്സിലായത് തൊട്ടടുത്ത് വരണം കേട്ടോ. അതിൻ്റെ ഓരോ ക്യാബിന് ഞാൻ പറഞ്ഞില്ലേ, 10-20 ആളുകളോളം ഒരു ക്യാബിനിൽ പോകും. 20 എന്നല്ല, അതിൻ്റെ മുകളിൽ പോകും തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വലുപ്പം കാണിച്ചു തരാം. 2 തൂണുകളാണ്, എൻ്റെ 2 സൈഡിലെ തൂണാണ് കാണുന്നത്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ വലുപ്പം നമുക്ക് അറിയാൻ മനസ്സിലാവില്ല, എന്നാലും ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ താഴെ ഭാഗത്താണ് നിൽക്കുന്നത്. എൻ്റെ താഴെ ഭാഗം കേട്ടോ. ആ ഒരു ജൈൻറ്റ് വീൽ ഞാൻ പറഞ്ഞ നേരത്തെ കണ്ട നിരീക്ഷണ ചക്രത്തിൻ്റെ താഴെ ഭാഗം, ഇതിൻ്റെ വലുപ്പം കണ്ടില്ലേ, ഭയങ്കര വലുപ്പമാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ കയറിയതാണ്. ഇത് ഏറ്റവും ടോപ്പിലെത്തിക്കുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് കാണാൻ കഴിയും. ദുബായിൻ്റെ ഏകദേശം ഏരിയ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഐൻ ദുബായ് എന്നാണ് ഇതിൻ്റെ പേര്. ഐൻ ദുബായ് എന്നാണ് ഇതിൻ്റെ പേര്. ദുബായിയുടെ കണ്ണ് എന്താണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ ഉണ്ടല്ലേ, ഈ ഒരു ക്യാബിനിൽ 10-20 ആളുകൾ, മുകളിൽ ആളുകൾ കൊള്ളും. എത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സെപ്പറേറ്റ് ക്യാബിനിൽ നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്യാബിനിൽ അവർ സെറ്റായി തരും. അപ്പോൾ ആകാശത്ത് നമ്മൾ എന്തെങ്കിലും ആഘോഷിക്കണമെങ്കിൽ, വെഡ്ഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും ആഘോഷിക്കണമെങ്കിൽ അവർ അത് റെഡി ആയി തരും. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഇതിൻ്റെ വലുപ്പം കാണിച്ചാൽ ഞാൻ ഒരാൾ നിർത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് എൻ്റെ കൂടെ വന്ന സെയ്താണ്. അപ്പോൾ ഇതിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലായിക്കൂടെ, ഇതിൻ്റെ അത്യാവശ്യം എത്രത്തോളം വലുപ്പം ഉണ്ടാവുമെന്ന്. ഭയങ്കരമാണ്. ഇത് വീഡിയോസിൽ നമുക്ക് എത്രത്തോളം കാണിക്കില്ല. അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് സെയ്തിന് താഴെ നിർത്തിയത്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ രാത്രി വൈബ്, ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സംഭവങ്ങൾ ലൈറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. ഇതിൻ്റെ ലൈറ്റിങ്ങനെ പല കളറാവും. ഇതിൻ്റെ ഈ ഒരു വീൽസിൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാണിത്. ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു കാഴ്ചകൾ. പിന്നെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലമാണ് ആ കാണുന്നത്, ബീച്ച് സൈഡാണത്. ഇനി ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, അത്യാവശ്യം ആളുകളുണ്ട്. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആർക്കും വെറുക്കൊന്നുമില്ല. സാധാരണ ദുബായിലെ ചൂടൊക്കെ ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാം. ഇവിടെ ഒരു ഭാഗത്തും ഇരിക്കാൻ കഴിയില്ല എ സി ഇല്ലാതെ. അങ്ങനെ അത്രയും പുഴുങ്ങണ ടൈപ്പ് ചൂടായിരിക്കും. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ അടിപൊളിയാണ്, അതുകൊണ്ട് ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ, ചക്രത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. കണ്ടില്ലേ ഇതിൻ്റെ വലുപ്പം, ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച്. ഇതിന് രസം കാണണമെങ്കിൽ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത്, നമ്മൾ ഫസ്റ്റ് വന്നില്ലേ അവിടെ നിന്ന് കാണണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ലുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ഈ സൈഡിൽ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ഭക്ഷണ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അത് താങ്ങാവുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാം, അല്ലാത്തവർക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാം. കാരണം ഈ ഏരിയയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ കഴിയുന്നവരൊക്കെ ഇവിടുന്ന് കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വാഷ്റൂം സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് അകത്തുള്ളത്. പിന്നെ പുറകുവശമൊക്കെ കണ്ടില്ല, ഹോട്ടൽ റൂംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പോൾ അത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് പോയിട്ട് നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് വീലിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം, ഇതിൻ്റെ കറക്റ്റ് ലുക്ക് കാണിച്ചു തരാം.